അവതക്കുട്ടി സ്റ്റാൻലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ലാലിച്ച നീ അവളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി നീ നോക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ അവിടെ പോയി എൻ്റെ മകളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്ത തീരുമാനമാണിത്, അതിനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും കൊടുക്കേണ്ടത് കൊടുത്താൽ അവൾ ഇറങ്ങിപ്പോയിക്കോളും, അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, അവളുടെ ക്യാരക്ടർ തന്നെ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് അവതക്കുട്ടിയുടെ അടുത്ത് ലാലിച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഫോൺ വെക്കി ലാലിച്ച, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം, ഞാൻ അവിടെ ആദ്യം എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തിയാണെങ്കിൽ അവരവിടെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത് കണ്ടിട്ട് കൃഷ്ണ പോയി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് ആരെയാണ് കാത്തു നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അച്ഛനെ കാത്തു നിൽക്കുകയാണ്. അച്ഛനെന്താ അമ്മയെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, നീ എന്നെ ഒരുപാട് കളിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്ന് നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തിനാ അവളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും ക്യാഷും ഇത്രയും സ്വർണ്ണവും എടുത്തുകൊണ്ട് കൊടുത്തത്, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതല്ലേ നിങ്ങൾ കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഇത്രയും കൊടുത്തത് പോരാ, 1.5 ലക്ഷം ഞാൻ കൊടുത്തിട്ടുള്ളൂ, 30 ലക്ഷം കൊടുക്കണം, കാരണം അത്രയും അവൾ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, നിന്നെ സഹിക്കുകയും കൂടി ചെയ്തതല്ലേ, അപ്പോൾ അതിന് ഇത്രയും കൊടുത്താൽ പോരാ, ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് കുറച്ച്, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ ബാക്കിയുള്ളത് നീ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അവൾക്ക് ഇത്രയും കൊടുത്തത്, ഇതുവരെ ഇവിടെ വേലക്കാരിയായിട്ട് ഒരുപാട് പേര് നിന്നിട്ടുണ്ട്, അവർക്കൊരു 100 രൂപ പോലും കൂടുതൽ കൊടുത്തിട്ടില്ല, ഇവൾക്ക് മാത്രം എന്താ കൊടുക്കാൻ, അതിന് മാത്രം എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്തൊക്കെയോ പറയണം എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറയണമൊന്നുമില്ല. എന്നിട്ട് അവളോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, അതിനുള്ള കാരണം അവൾ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ചത് തന്നെയാണ്, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. കൃഷ്ണ വന്നിട്ട് വൈജയന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വയറ് നിറച്ച് കിട്ടിയല്ലോ, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീനയുടെ റൂമിലേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. വന്നിട്ട് പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രം ആണോ ഇവിടെ വരുത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ +2 വരെ പഠിച്ചതല്ലേ, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ലേ, ഒരുപാട് പ്രാവശ്യം വായിക്കുമ്പോൾ അത് ശരിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. നീ ബാലചന്ദ്രനെ ഒരുപാട് പ്രാവശ്യം അച്ഛ അച്ഛ എന്ന് വായ നിറയെ വിളിച്ചു, പക്ഷേ എന്നെ ഒരിക്കൽ പോലും പപ്പ എന്ന് വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെ മോളെ എന്ന് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്, പക്ഷേ നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ അത് ശരിയാണ്, ഞാൻ വിളിച്ചില്ല അല്ലേ എന്ന് പറയാണ്. സ്റ്റാൻലി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് വേറൊരു വീട്ടിൽ ജോലിക്ക് നിന്നതാണ് എന്നൊക്കെ പറയാൻ പോയത്, നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ, നീ എൻ്റെ മകളായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ അത്രയും ഉയർന്നു തന്നെ നീയും നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ താന്നിടത്ത് നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് അതിൽ നിന്നൊന്ന് മാറണമെങ്കിൽ കുറച്ച് കഴിയും, ഇപ്പോൾ നമ്മൾ താന്നു നിന്നിട്ട് പിന്നീട് നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ രാജകുമാരിയുടെ മകളാണ് എന്ന് പറയുന്നതല്ലേ നല്ലത്, ഇപ്പോൾ തന്നെ രാജകുമാരിയുടെ മകളാണെന്ന് പറഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി ഞാനൊരു വേലക്കാരിയാണെന്ന് അറിയുമ്പോൾ അപ്പോൾ അപമാനിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോൾ തന്നെ ഞാൻ ഒരു വേലക്കാരിയായിരുന്നു എന്ന് പറയുന്നത്, എന്നിട്ട് പിന്നീട് ഞാൻ രാജകുമാരിയായി നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്നിട്ട് സ്നേഹത്തോടെ സ്റ്റാൻലി അലീനയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അലീനയും ചിരിച്ചുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവതക്കുട്ടി സ്റ്റാൻലിയെ കാണാൻ വേണ്ടി കുളത്തൂർപ്പുഴയിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, ലാലിച്ച ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകാം, അവിടെ പോയിട്ട് ഇരുത്താം, എന്നിട്ട് വരുന്നവരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഓരോ കള്ളങ്ങൾ പറയാം, ചിന്നമ്മയുടെ ബന്ധുവാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണെന്നോ പറയാം, എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അവളെ എവിടെയും കൊണ്ട് കളയാം എന്ന് പറയുന്നുണ്ട്. അവളെ കൊണ്ട് കളയാനോ, അതൊന്നും നടക്കില്ല, 23 വർഷം അവൾ ഒറ്റയ്ക്ക് ജീവിച്ചാണ്, ഇനിയെങ്കിലും അവൾക്ക് അന്തസ്സും അഭിമാനവും വേണ്ടേ, അതുണ്ടാക്കി കൊടുക്കണ്ടേ നമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. നിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൾക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു കല്യാണം കഴിപ്പിച്ച് വിടാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ കൊണ്ട് കളയാനല്ല. സ്റ്റാൻലി ആണെങ്കിൽ അവതക്കുട്ടി പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, ഞാൻ അവളെ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് വിട്ടയക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.